സുഹൈൽ നിസാമി, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ജുമാക്ക് മുമ്പുള്ള 2 ബാങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം ജുമാക്കുള്ള 2 ബാങ്കിൽ ഒന്ന് ബിദ്അത്താണ് എന്നാണ്. സുന്നികൾ വാദിക്കുന്നത് 2ഉം സുന്നത്താണ് എന്നാണ്. മുജാഹിദ് ബിദ്അത്താണ് എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒന്ന് പിൽക്കാലത്ത് കൊണ്ടുവരുന്നതിനാണല്ലോ ബിദ്അത്ത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ജുമാക്ക് മുമ്പുള്ള 2 ബാങ്കിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ ഇല്ലാത്ത ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ തീർത്തും അത് ബിദ്അത്തല്ലേ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അത് എതിർക്കപ്പെടുന്നതും നിർവഹിക്കാത്തതും. താങ്കൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട്? തീർത്തും ബിദ്അത്ത് അല്ലേ എന്ന് ചോദിച്ചത്, അത് തീർത്തും ബിദ്അത്ത് അല്ല എന്നാണ് മറുപടി. കാരണം ഇത് ബിദ്അത്തായതിന്റെ പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനം അത് നിർവഹിക്കാത്തത്. അങ്ങനെയാണ് ചോദ്യത്തിൽ മനസ്സിലാക്കുന്നത്. എങ്കിൽ ബിദ്അത്തിനെ ഭയപ്പെട്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അത് നിർവഹിക്കാത്തത് എന്ന് മനസ്സിലാകുന്നു. എങ്കിൽ തീർത്തും ബിദ്അത്തിനെ പേടിക്കാത്തവരായിരുന്നു ഖുലഫാകളിൽപ്പെട്ട മഹാന്മാർ എന്ന് വരുന്നു. കാരണം ഈ ബാങ്ക് ആരാണ് ഉണ്ടാക്കിയത്? അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾ ബിദ്അത്തിനെ പേടിച്ചുകൊണ്ട് നിർത്തിവെക്കുകയാണെങ്കിൽ തള്ളുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യയാണ്, ആ പ്രവൃത്തിയെയാണ് തള്ളുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പ്രവൃത്തിയെ തള്ളുമ്പോൾ നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ വചനത്തെ, ഹദീസിനെയാണ് തള്ളുന്നത് എന്ന് വരുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂല് ഹദീസിൽ പഠിപ്പിച്ചു, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅള്ളൂ അലൈഹാ ബിന്നവാജിദി എന്ന ഹദീസ്. എന്റെ സുന്നത്തിനെയും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെയും മുറുകെ പിടിക്കുക എന്ന് റസൂൽ പഠിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണല്ലോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യയെ പിൻപറ്റുക എന്നുള്ളത്. ആ ഹദീസിന് ഘടകവിരുദ്ധമാണ് മുജാഹിദിന്റെ ഈ പ്രവർത്തനം. കാരണം സൗദി അറേബ്യ അടക്കമുള്ള മുഴുവൻ അറേബ്യൻ കൺട്രികളിലും ഇന്നും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെയും 2 ബാങ്കാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്കമുള്ളൊരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനക്കാർ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ മുജാഹിദ് വീണിരിക്കുന്ന ആ അബദ്ധമാകുന്ന കുളത്തിന്റെ ആഴം അളക്കാൻ നമുക്ക് കഴിയാത്ത രൂപത്തിൽ വളരെ വലിയ ഒരു വിഡിത്തമാണ് മുജാഹിദ് വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ പ്രതികരണവും ചോദ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി റസൂലുള്ളാഹിയുടെ കാലത്ത് ഇല്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ അഹ്ദഫഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലമ്മാ കസുറൻ നാസു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഇന്ന് വിളിക്കുന്ന 1ാമത്തെ ബാങ്കിനെ ഉണ്ടാക്കിയ ആള്. എപ്പോഴാണ്? ലമ്മാ കസുറൻ നാസ്, ജനങ്ങൾ അധികരിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി. ആ ബാങ്കിനെ ഇന്ന് വിളിക്കുന്ന 1ാം ബാങ്ക്, ആ ബാങ്കിനെ സുന്നത്താക്കലാകുന്നത് അത് ഇൻദൽ ഹാജത്തി, അത് ആവശ്യമായ ഒരു സന്ദർഭത്തിലാകുന്നു. അതേതുപോലെ ആവശ്യം ആ ജനങ്ങളുടെ ഹാജരാവൽ ആ ഇന്ന് വിളിക്കുന്ന 1ാം ബാങ്കിന്റെ മേൽ നിൽക്കൽ പോലെ
അലൈഹി ഇന്ന് വിളിക്കുന്ന ഒന്നാം ബാങ്കിന്റെ മേൽ, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ഒന്നാം ബാങ്കിന്റെ മേൽ ജനങ്ങളുടെ ഹുദൂർ ഹാജരാവൽ അതിന്റെ മേൽ ആശ്രയിച്ചിട്ടായി. അങ്ങനെ വന്നപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ബാങ്ക് നിർമ്മിച്ചു, ഉണ്ടാക്കി. ഇല്ല, അങ്ങനെ ജനങ്ങൾ ആ ഇന്ന് വിളിക്കുന്ന ഒന്നാം ബാങ്കിലേക്ക് അവരുടെ വരവ് ഹാജരാവൽ ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ലക്കാനൽ ഇക്തിസാറു അലൽ ഇത്തിബാഇ അഫ്ളലു, ലക്കാനൽ ഇക്തിസാറു അലൽ ഇത്തിബാഇ അഫ്ളല. ഇത്തിബാഇന്റെ മേൽ ചുരുക്കിയിട്ട്, അതായത് അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ ബാങ്ക് നിർവഹിച്ചുള്ളൂ, അത് ഇമാമ് മിമ്പറിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാകുന്നു ആ വിളിച്ചിരുന്നത്. ആ റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയുടെ മേൽ തന്നെ ഇത്തിബാഇ പിന്തുടരലാണ് ഏറ്റവും അഫ്ളല്. എപ്പോൾ ഈ ബാങ്ക് കാൻ തവഖഫ ഹുദൂറുഹും അലൈഹി, ആ സഹാബത്തിന്റെ ഹാജരാവൽ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ആ ബാങ്കിന്റെ മേൽ അവരുടെ ഹാജരാവൽ ചാരണം കൊള്ളൽ പോലെ അങ്ങനെ ചാരണം കൊണ്ടപ്പോഴാണ് ഇങ്ങനെ രണ്ടാമത് ഒരു ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അന്നതിന് ആവശ്യമില്ലാത്തത് കൊണ്ടായിരുന്നു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലോ അതിലേക്ക് ആവശ്യമുണ്ടായി, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് വാസ്തവം. ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് എന്ത് ചോദിക്കാനുണ്ട്? നിങ്ങളോട് മറുപടി ഒരു മറുപടിയായി പറഞ്ഞത്, അറേബ്യൻ കൺട്രിയിൽ 2 ബാങ്ക് ഉണ്ട്, അത് എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്നതാണ്. അറേബ്യൻ കൺട്രിയിൽ സുന്നികളുടെ ആദർശത്തിനെതിരായ പലതുമുണ്ട്, അതൊക്കെ സുന്നികൾ അംഗീകരിക്കുന്നതാണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അറേബ്യൻ കൺട്രികളിൽ ഉള്ള എല്ലാ കർമ്മങ്ങളെയും പിന്തുടരുന്നവരല്ല. അത്രയ്ക്കും വലിയ വിഡിത്തത്തിന്റെ ആളുകളല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്റെ സുന്നത്തിനെയും എന്റെ നാട്ടുകാരുടെ സുന്നത്തിനെയും മുറുകി പിടിക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാനും എന്റെ അനുചരന്മാരും ആഹ്വാനം ചെയ്ത അവർ പ്രവർത്തിച്ച ഏതൊരാശയമാണോ അതിനെ പിൻപറ്റാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അറേബ്യൻ കൺട്രികളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആചാരങ്ങളെയും പിൻപറ്റണം എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് അറേബ്യൻ കൺട്രികളിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും പിൻപറ്റാത്തത്. അപ്പോൾ ചോദ്യം ഉണ്ടാവാം, മുജാഹിദുകളോ? മുജാഹിദുകളുടെ അങ്ങേത്തലയും ഇങ്ങേത്തലയും എല്ലാ ആളുകളും അറേബ്യൻ കൺട്രികളിൽ താമസിക്കുന്നവരാണ്. അപ്പോ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി സ്ഥാപക നേതാവ് തന്നെ റിയാദ് നജ്ദ് പ്രദേശത്തുള്ള ആളാകുന്നു. അപ്പൊ അതനുസരിച്ച് അറേബ്യൻ കൺട്രികളിലുള്ള എല്ലാ കൃത്യങ്ങളും ഒരുപക്ഷെ മുജാഹിദിന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും, നേരെ മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വരില്ല. അതാണ് അതിന്റെ മറുപടി. ഞാനും എന്റെ സ്വഹാബാക്കളും നക്ഷത്ര തുല്യരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് എന്റെ സ്വഹാബാക്കളെ പിന്തുടർന്നാൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്നാണല്ലോ സുന്നികളുടെ വാദം. എങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ 2 ബാങ്ക് നിലവിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ എതിർപ്പുണ്ടായിരുന്നില്ലേ? ഒരു സഹാബത്തിനും എതിർപ്പുണ്ടായിരുന്നില്ല. ഒരൊറ്റ സഹാബികൾക്കും എതിർപ്പുണ്ടായിരുന്നതായിട്ട് ഒരൊറ്റ ഗ്രന്ഥങ്ങളിലും കാണാൻ സാധ്യമല്ല. എല്ലാ സഹാബികളും ഏകദേശം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സഹാബികൾ അന്നും ഉണ്ടായിരുന്നല്ലോ. അവർ ആരും അതിനെ എതിർത്തിട്ടില്ല. അവരെല്ലാവരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ നടപടിക്രമത്തെ അംഗീകരിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത് എന്നും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നു. എന്ന്
ഇമാം ബുഖാരി 916 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യുന്നു. ആരും ഒറ്റ സഹാബിക്കും എതിർപ്പില്ല, അത് സ്ഥിരപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്?